അള്ളാഹു റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം എന്റെ കഫനാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതിനുവേണ്ടി ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ഹബീബായ നബി വന്നത് അങ്ങോട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട സഹീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സ്വഹാബി മരിച്ചപ്പോൾ ഫകാനത്ത് കഫനഹു, ഈ സ്വഹാബിന്റെ കഫനായി ഉപയോഗിച്ചത് ഈ വസ്ത്രത്തെയാണ്. നല്ല പ്രവർത്തനം. സാലിഹായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങുക, നല്ല പ്രവർത്തനം. അഹ്ലുൽ ബൈത്ത് സാലിഹീങ്ങൾ അങ്ങനെ നല്ല പ്രവർത്തനം, ഒക്കെ വളരെ നല്ല പ്രവർത്തനം. അഹ്ലുൽ ബൈത്ത് സാലിഹീങ്ങൾ അവരിൽ നിന്നൊക്കെ ഒരു വസ്ത്രം വാങ്ങുക, ആ വസ്ത്രം സൂക്ഷിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? അവരുടെ ആരയുടുപ്പ് അതുപോലത്തെ വസ്ത്രങ്ങളൊക്കെ വാങ്ങുക, അവരുടെ വസ്ത്രങ്ങൾ വാങ്ങുക, അത് സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? ആ ബറക്കത്ത് ഉണ്ടാവാൻ, സാലിഹീങ്ങളോട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാവും, അതിനു വേണ്ടി. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീഹി ജവാസു ഇഅദാദി ശൈഇ ഖബല വഖ്തിൽ ഹാജത്തി ഇലൈഹി, ഒരു സാധനം ലഭിക്കുന്നതിന് അതിന്റെ ആവശ്യം വരുന്നതിന് മുമ്പ് സൂക്ഷിക്കൽ നല്ലതാണ് എന്ന്, ജായിസാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെയാണ് എന്ത്? നേരത്തെ തന്നെ ഖബർ കുഴിച്ചു വെക്കുക, നേരത്തെ കഫൻ ഒരുക്കി വെക്കുക. നേരത്തെ ഖബർ കുഴിച്ചു വെക്കൽ സുന്നത്തൊന്നും ഇല്ലെങ്കിലും ജായിസാവും. ശ്രദ്ധിക്കുക, നേരത്തെ ഖബർ കുഴിച്ചു വെക്കൽ സുന്നത്തൊന്നുമില്ല, പക്ഷേ ജായിസാകും. ചില സാലിഹീങ്ങളൊക്കെ നേരത്തെ അവരെ ഖബറുകൾ കുഴിച്ചു വെച്ചിരുന്നു. നല്ല സ്ഥലത്ത് ഖബർ കുഴിച്ചു വെക്കുക. حسن فهو عند الله حسن ولا سيما إذا فعله قوم من العلماء الأخيار لا بأس أن يشتري الرجل موضع قبره ويوصي أن يدفن فيه. ഒരാൾ നേരത്തെ തന്നെ ഒരു ഖബറിന്റെ സ്ഥലം വാങ്ങുക, എന്നിട്ട് അവിടെ എന്നെ അടക്കം ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുക. നല്ല പ്രവർത്തനമാണ്, അത് ജായിസാകും. പ്രത്യേകിച്ച് ആ സ്ഥലത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ. ആരെപ്പോലെ മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ പുതിയങ്ങാടി സ്ഥലം വാങ്ങിയല്ലോ. ശ്രദ്ധിക്കണം. ആ പുതിയങ്ങാടി സ്ഥലം വാങ്ങി തന്റെ ഖബർ അവിടെയാകാൻ വസിയത്ത് ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അത് മുജാവറത്ത് സുലഹായി സാലിഹീങ്ങളെ പരിസരമാകുന്നു. അവിടെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ ബഅലവി മുല്ലക്കോയത്തങ്ങളും അവരെ ഉപ്പമാരും കേരളത്തിൽ ദീനീ പ്രബോധനം നടത്തിയ മശായിഖന്മാരും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. നേരത്തെ തന്നെ കഫൻ ഒരുക്കി വെക്കാവുന്നതാണ്. ആണുങ്ങൾക്ക് അഫ്ളൽ കഫൻ 3 വസ്ത്രമാകുന്നു. 3 സാധാരണ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യലാണ് ആണുങ്ങൾക്ക് അഫ്ളല്. എന്നാൽ ഒരു തലേക്കെട്ടോ ഒരു ഖമീസോ ജായിസാകുന്നതാണ്, സുന്നത്തൊന്നുമില്ല. എന്തുകൊണ്ട്? പുണ്യ നബിയെ കഫൻ ചെയ്തിട്ടുള്ളത് 3 വസ്ത്രത്തിലാകുന്നു. 5 വസ്ത്രം ജായിസാകുമെന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു മകനെ അങ്ങനെ കഫൻ ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു ഉമർ ആകട്ടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനും പുണ്യനബിയുടെ പ്രധാന ശിഷ്യനും ലോകം കണ്ട മഹാ പണ്ഡിത പ്രതിഭകളിൽ ഒരാളുമാണ്. പറഞ്ഞത് മനസ്സിലായോ? ആണുങ്ങൾക്ക് അഫ്ളല് 3 വസ്ത്രമാണ്. 3 വെള്ള വസ്ത്രത്തിൽ അഫ്ളലായ മറവ് ചെയ്യൽ. അഫ്ളൽ 3 വെള്ള വസ്ത്രത്തിലാണ്. ഇന്ന മിൻ അഹ്സനി സിയാബികുമുൽ ബയാൽ, നിങ്ങളെ ഏറ്റവും നല്ല വസ്ത്രം വെള്ളയാണെന്ന് ഖാല റസൂലുള്ളാഹി. അത് നിങ്ങൾ ധരിക്കുകയും വകഫിനു ഫീഹാ മൗതാകും, അതിൽ നിങ്ങൾ മരിച്ചവരെ കഫൻ ചെയ്യുകയും വേണം. വെള്ളയായിരിക്കണം. ആണുങ്ങൾക്ക് 3 എന്നാൽ 5 ആകാവുന്നതാണ്. വിരോധമൊന്നുമില്ല, ജായിസാകും. 5 ആകാവുന്നതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? 5 ആകാം. ചില പ്രദേശങ്ങളിലൊക്കെ 5 ഉള്ളതുപോലെ കേൾക്കുന്നുണ്ട്. പൊന്നാനി ഭാഗങ്ങളിലൊക്കെ 5 ഉള്ളതുപോലെ കേൾക്കുന്നുണ്ട്. ഒരു കമീസും തലയെ കിട്ടും. ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുള്ളതുപോലെ കേൾക്കുന്നുണ്ട്. വിരോധമൊന്നുമില്ല, പക്ഷേ സുന്നത്തൊന്നുമില്ല, ജായിസാകും. ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹാ ഇന്ന റസൂലല്ലാഹി ഖാലത് ഇന്ന റസൂലല്ലാഹി കുഫിന ഫീ 3 അസ്വാബിൻ യമാനിയത്തിൻ ബീളിൻ, വെള്ളയായ 3 യമനി വസ്ത്രങ്ങളിലാ റസൂലുള്ളാഹിനെ മറവ് ചെയ്തിട്ടുള്ളത്. യമനി വസ്ത്രം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടവുമാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ ഖാല റസൂലുള്ളാഹി. യമനോട് നബിക്ക് വലിയ താല്പര്യമായിരുന്നു. യമൻ ഈമാന്റെ ഏറ്റവും അടിസ്ഥാന പ്രദേശമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വസ്ത്രത്തിനെ മറവ് ചെയ്ത് 4ഉം 5ഉം ഇല്ല. എന്നാൽ വയജൂസു റാബിഉൻ വഖാമിസുൻ വയജൂസു, ശ്രദ്ധിക്കണില്ലേ? വയജൂസു ജായിസാണെന്നേ ഉള്ളൂ. 3ഉം 4ഉം ജായിസാകും, അനുവദനീയമാണ്, സുന്നത്തൊന്നുമില്ല. ലിഅന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ കഫന ഇബ്നഹു ഫീ 5 അസ്വാബിൻ ഖമീസിൻ വഇമാമത്തിൻ വസലാസി ലഫായിഫ
ഒരു തലേക്കെട്ട്, ഒരു നീളം കുപ്പായം, പിന്നെ 3 പൊതിയൽ വസ്ത്രങ്ങളും. ഇങ്ങനെ 5 ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനെ കഫൻ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരാളെ 5ഉമില്ല 3ഉമില്ല, 1ലും കഫൻ ചെയ്യാവുന്നതാണ്. എത്രയോ സ്വഹാബികളെ 1ൽ കഫൻ ചെയ്തിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്ന് ചിന്തിക്കുന്നതും ഇത്തരണത്തിൽ നല്ലതാണ്. ഒരു വസ്ത്രത്തിൽ കഫൻ ചെയ്ത ഒരു സ്വഹാബി ആരാണെന്നറിയോ? ഒന്ന് ലോകം കണ്ട പണക്കാരിൽ ഒരു പണക്കാരുടെ കുടുംബത്തിൽ ജനിച്ച മിസ്അബ് ഇബ്നു ഉമൈർ. മക്കയിലെ പണക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്, പണക്കാരനായിരുന്നു. ഹബീബാ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും നടക്കുന്ന ചെറുപ്പക്കാരെ കൂട്ടത്തിൽ അല്ലാതെ ഞാൻ മിസ്അബിനെ കണ്ടിട്ടേ ഇല്ല. മിസ്അബ് അത്രയും വലിയ ധനാഢ്യന്മാരെ കൂട്ടത്തിലാണ് ജനിച്ചത്. പക്ഷേ അവസാനം മിസ്അബിനെ കഫൻ ചെയ്തത് ഒരു വസ്ത്രത്തിലാണ്, ഉഹദ് യുദ്ധത്തിൽ. 3 വേണ്ട 1ഉമാകാം. സാഹചര്യം അങ്ങനെയാണെങ്കിൽ അതൊന്നും മോശപ്പെട്ട സംഗതിയല്ല. നോക്കൂ, നിങ്ങൾ ഉണ്ടെങ്കിൽ 3ആകാം, 5അല്ല 1ഉമാകാമൻ. ഇതൊക്കെയാണ് ഇവിടെ ചിന്തിക്കേണ്ട സംഗതി. ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദിൽ മരിച്ചുപോയി. വലം യകുൻ ലഹു ഇല്ലാ നമിറാ, ഒരു പുതപ്പല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല. ആകെ ഒറ്റ പുതപ്പുണ്ട്. തല മൂടാൻ നോക്കിയാൽ കാല് പുറത്തു വന്നിരുന്നു. സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ഒരു വസ്ത്രത്തിലാ മറവ് ചെയ്തത് മിസ്അബിന്, അതും തികച്ചില്ല. ഒരു വസ്ത്രത്തിൽ മറവ് ചെയ്ത വേറെയും ഒരു സഹാബി ഉണ്ട്. ആരാന്നറിയാം? ഹംസ റളിയല്ലാഹു അൻഹു. ഒറ്റ വസ്ത്രം വേറെ ഉണ്ടാവും. ഹംസ. ആരാ ഹംസ എന്നറിയോ? റളിയല്ലാഹു അൻഹു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ആരാ ഹംസ എന്നറിയോ? ഈ ഭൂമിക്ക് മുകളിൽ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചു വീണ ഏറ്റവും നല്ല മനുഷ്യൻ ഹംസയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഈ വ്യക്തി എന്ന സമൂഹം എന്ന നിലക്കാണ് ഞാൻ ഇന്നലെ ആരെപ്പറ്റി പറഞ്ഞത്? ബദരീങ്ങൾ. വ്യക്തി എന്ന നിലയിൽ ഈ ഭൂമിക്ക് മുകളിൽ അള്ളാഹ്ക്ക് വേണ്ടി വീണ ഷഹീദായി വീണ ഏറ്റവും മഹാനായ മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വീണ ഏറ്റവും മഹാനായ മനുഷ്യൻ ഹംസയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ മറവ് ചെയ്തത് ഒരു വസ്ത്രത്തിലാണ്. ചിന്തിക്കേ. റളിയല്ലാഹു അൻഹു ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇദാ വത്തൈനാ റഅസഹു ഖറജ റിജ്ലാ വഇദാ വത്തൈനാ റിജ്ലൈഹി ഖറജ റഅസുഹു. തല മുടിയാൽ കാല് പുറത്തായിരിക്കും, കാല് മുടിയാലോ തലയും പുറത്തായിരിക്കും. അത്രയും കുറഞ്ഞ വസ്ത്രമായിരുന്നു ഈ ഒറ്റപ്പുറപ്പ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വിഷമിച്ചപ്പോൾ നബിയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, വത്തുബിഹാ റഅസഹു വജഅലു അലാ റിജ്ലൈ ശൈഅൻ മിനൽ ഇദ്ഖരി. എന്നാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തലഭാഗം മൂടിയിട്ടാണ് മറവ് ചെയ്തോളൂ, കാൽഭാഗത്തേക്ക് കുറച്ച് പുല്ല് പറിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു? ലോകം കണ്ട മക്ക കണ്ട ധനാഢ്യന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞ ധനാഢ്യനായ മാതാവിന്റെയും ധനാഢ്യനായ പിതാവിന്റെയും ധനാഢ്യനായ മകനാണ് ആര്? മിസ്അബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ അദ്ദേഹത്തിന് വേറെയും ഒരു പ്രാധാന്യമുണ്ടല്ലോ. എന്താ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അറിയോ? ഇസ്ലാമിലെ ആദ്യത്തെ മുക്രി എന്ന പേര് വാങ്ങിയ ആൾ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ്. മുക്രി എന്ന പേര് മുഖരി എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണ്. മുഖരി എന്നാൽ ഓത്ത് പഠിപ്പിക്കുന്ന ആൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി നബി അയച്ചിട്ടുള്ള ആദ്യത്തെ ആൾ മിസ്അബായിരുന്നു റളിയല്ലാഹു അൻഹു. ആ മിസ്അബിനെയാണ് മക്കക്കാർ മുഖരി നബി റസൂലുള്ളാഹി ഓതി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആൾ. അദ്ദേഹം പള്ളി താമസിച്ചിരുന്നു. അത് കാരണമായി മുക്കരി എന്ന വാക്ക് ലോപിച്ച് പിന്നീട് എന്ത് വന്നു? മുക്രി ഉണ്ടായി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇസ്ലാമിലെ ആദ്യത്തെ മുക്രി ആരാ? മിസ്അബ് റളിയല്ലാഹു അൻഹു. ആരുമായിരുന്നു? ധനാഢ്യന്മാരുടെ ധനാഢ്യൻ. അവസാനം ഉഹദിൽ മരണപ്പെട്ട് വീണപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും നിറഞ്ഞില്ല. അവസാനം പുണ്യനബിയോട് പോയി പറഞ്ഞു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തുബിഹാ റഅസഹു